വീട്ടിൽ ഒരു ലൈബ്രറി പദ്ധതിയുമായി പന്തലൂർ ജനതാ UP സ്കൂൾ. വിദ്യാർത്ഥികളെ മാത്രമല്ല വീട്ടിലെ മറ്റുള്ളവരെയും വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വീട്ടിൽ ഒരു ലൈബ്രറി പദ്ധതിക്ക് തുടക്കമിട്ടത്. സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E.K. അനൂപ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അജിമോൾ ഷാബു അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ നൈസി ശങ്കർ പദ്ധതി വിശദീകരണം നടത്തി. SSG ചെയർമാൻ മോഹനൻ വടക്കേടത്ത്, MPTA പ്രസിഡന്റ് അശ്വതി P, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, 5ാം വാർഡ് അംഗം നന്ദിനി സതീശൻ, പ്രധാനാധ്യാപിക NS അനീല, സ്റ്റാഫ് സെക്രട്ടറി ആതിര കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അറിവ് സമ്പാദിക്കുക എന്നുള്ളത്. പൊതുവിൽ ഇപ്പോൾ ലൈബ്രറികളിലൊക്കെ പേര് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈബ്രറികള്, വായനശാലകള് ഇപ്പോൾ അറിയപ്പെടുന്നത് വിജ്ഞാന കേന്ദ്രങ്ങൾ എന്നാണ് പൊതുവിൽ ഈ വായനശാലകളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ജൂൺ 19 പുതുവയിൽ നാരായണ പണിക്കർ എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ചരമദിനം മുതൽ വായനാ മാസാചരണമായി ആചരിച്ചു വരികയാണ്. അപ്പോൾ അതിന്റെ സമാപനം കൂടിയാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ വായന. വീട്ടിലൊരു ലൈബ്രറി ഒരുക്കുന്നത്. നമ്മുടെ ബഷീറിന്റെ ഒരു വാചകമല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളരും. അപ്പൊ നമ്മള് എന്നും നമ്മുടെ മാതാപിതാക്കന്മാരടുത്ത് കുട്ടികളടുത്ത് വായിക്കാൻ പറയുമ്പോൾ അവർ പറയും, മക്കൾ വായിക്കുന്നില്ല, വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ളത്. അപ്പൊ നമ്മളത് വീട്ടിലേക്ക് ആ വായന നമ്മൾ നീക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ടീച്ചർമാരൊരു ആശയം വെച്ചപ്പോൾ ഞങ്ങൾ അതിനെ PTA പൂർണ്ണമായിട്ട് പിന്തുണച്ചപ്പോൾ ഒരേ അഭിപ്രായമായിരുന്നു, കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. SRGയിൽ ചർച്ച ചെയ്തു. കുട്ടികൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന തീരുമാനത്തിൽ എല്ലാവരും ഉറച്ചു നിന്നു. ഒരുപാട് ആശയങ്ങൾ വന്നു, അഭിപ്രായങ്ങൾ വന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ഈ ആശയത്തിലാണ് എത്തിച്ചേർന്നത്.